വേദിയും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ശ്രേയ വിനീത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സോ ഫൈനലി നമ്മൾ ദ ബോളിവുഡിൽ വന്നേക്കാണ്. ഞാൻ റിയാദിൽ വന്നിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളൂ. സോ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ വി ബുക്ക് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പെർ പേഴ്സൺ 40 റിയാലാണ്. ഫ്രൈഡേ ആയതുകൊണ്ടാണ് 40 റിയാൽ, യൂഷ്വലി 30 റിയാൽ സംതിങ് ആണ്. സോ നമ്മൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ചെയ്ത ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ബോളിവുഡ് വേൾഡ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് വേറൊരു വേൾഡിലേക്ക് പോയൊരു ഫീലാണ് അവിടെ എത്തിയുണ്ടാവുക. കാരണം ഒരുപാട് കൺട്രീസിലെ പാവലിയൻസ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീജിയണൽ ഫെസ്റ്റിവൽസ്, അവരുടെ ഫുഡ്, അങ്ങനെ നമ്മൾക്ക് ഓരോ കൺട്രിയിലേക്ക് പോകുമ്പോഴും നമ്മൾ ആ ഒരു വേൾഡിലാണ് നമുക്ക് ശരിക്കും തോന്നും. അവിടുത്തെ ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, ഫെസ്റ്റിവൽസ് ഉണ്ടാവും, അവരുടെ ഓർണമെൻറ്റ്സ്, ഒരുപാട് പർച്ചേസിങ് ഷോപ്പുകളുണ്ട് കേട്ടോ. അവരുടെ ഡ്രസ്സുകൾ, അവർ യൂസ് ചെയ്യുന്ന എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു എന്താ പറയുക എന്നറിയില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വേൾഡ് തന്നെയാണ്. ഫസ്റ്റ് ആഫ്രിക്കയിലേക്കാണ് പോയത്. ഇവിടെ 2-3-4 ഗേറ്റുകളുണ്ട് തോന്നുന്നു. നമ്മൾ സെക്കൻഡ് ഗേറ്റിലൂടെ എൻട്രി ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആഫ്രിക്കയാണ് കണ്ടത്. സോ നമ്മൾ അവിടെ പോയി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പിരമിഡ്സ്, സ്റ്റാച്യൂസ്, മോണുമെൻറ്റ്സ്, അങ്ങനെ എല്ലാം കൾച്ചറലായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഷോപ്പിങ്ങിന് അവരുടെ ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ്, ബാഗ്, പാർലേഴ്സ് ഉണ്ട്, നമ്മുടെ ഹെയർ സ്റ്റൈൽ, അവിടുത്തെ ഫുൾ ടോട്ടലി ആ ഒരു വേൾഡിൽ പോയ ഒരു ഫീൽ നമ്മൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫുഡുകൾ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എക്സാക്ട്ലി ഒരു 20 കൺട്രീസ് ഇതിൽ ഇൻക്ലൂഡിങ് ആണ്. ലൈക്ക് ഫ്രാൻസ്, ജപ്പാൻ, ഈജിപ്ത്, മെക്സിക്കോ, ഇന്ത്യ ആൻഡ് യുഎസ്. നമ്മൾ എല്ലാതൊന്നും ഇതിൽ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കൺട്രീസിൻ്റെ കൾച്ചർ, അവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ ബോളിവുഡ് ലാഗൂൺസ്, വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള മാൻമെയ്ഡ് ലേക്ക് ഇവിടെയാണ്. സ്കൈ ലോബ്സ്, ഡോൾഫിൻ ഷോ, പിന്നെ ഗെയിം വീൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലാനറ്റ് സിനിമാസ്. ആ ഒരു ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഗ്ലോബ് പോലെ അത് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സ്റ്റോറാണ്. അപ്പം നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എല്ലാം ഒട്ടുമിക്ക കുറേ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തന്നു. നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്തു. കുറച്ച് നട്ട്സ് അവിടെ നിന്ന് മേടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോയി. പോയി. ഒരുപാട് കൺട്രി നമ്മൾ സ്കിപ്പ് ചെയ്തു. നമ്മൾ 5 മണിക്കാണ് അവിടെ എത്തിയത്. 8:45 വരെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനിയും ഒരുപാട് അവിടെ കാണാനുണ്ട്. നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്തേക്കാണ്. കാല് വയ്യാതായി, കാരണം നമ്മൾ അത്രയും നടന്നുല്ലോ. അപ്പോൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ടൈം വന്നിട്ട് ബാക്കി കാണാമെന്ന് വിചാരിച്ചു. ഓൾ ടോട്ടൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. തുർക്കിത്തെ കോഫിയാണ്. കോഫിയുള്ള ഒരു ഗാവ ടേസ്റ്റ് നോക്കാം.
അപ്പോൾ വൈൻഡപ്പ് ചെയ്യല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് കൺട്രീസിലൊക്കെ പോയി. നമ്മൾ എക്സിറ്റ് പോവാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ റിയാദിലുള്ളവർ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വരേണ്ട പ്ലേസാണ് ബോളിവുഡ് സിറ്റി വേൾഡ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.